ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് സെയിം വേർഡ്സ് ഫോളോഡ് ബൈ ഡിഫറെൻറ്റ് പ്രിപ്പോസിഷൻ അത് നോക്കാം. അതായത് സെയിം വേർഡ്സ് കൊണ്ട് ഡിഫറെൻറ്റ് പ്രിപ്പോസിഷൻ അപ്ലൈ ചെയ്യേണ്ട ചില സന്ദർഭങ്ങളാണ് നമ്മൾ നോക്കുന്നത്. എഗ്രി വിത്ത് എ പേഴ്സൺ. അപ്പോൾ എഗ്രി വിത്ത് എന്ന് പറയുമ്പോൾ ഒരു പേഴ്സണാണ് അതിൽ നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഈ പേഴ്സൺ വരുമ്പോൾ എഗ്രി വിത്ത് എന്നാണ് നമ്മൾ ഫ്രേസൽ വെർബ് പോലെ തന്നെയാണിത്. നമ്മൾ വിത്ത് എന്നുള്ള പ്രിപ്പോസിഷനാണ് എഗ്രി എന്ന വേർഡിൻ്റെ കൂടെ വിത്ത് എന്ന പ്രിപ്പോസിഷനാണ് ഈ പേഴ്സൺ എന്ന് വരുമ്പോൾ നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ അതുപോലുള്ളതാണ് താഴെ ഇനി വരുന്നതൊക്കെ. എഗ്രി ടു എ തിങ് ഓർ പ്രൊപ്പോസൽ. എ തിങ് ഓർ പ്രൊപ്പോസൽ വരുമ്പോൾ എഗ്രീൻ്റെ കൂടെ ടു ആണ് പ്രിപ്പോസിഷനായിട്ട് വെക്കേണ്ടത്. അപ്പോൾ എഗ്രി വിത്ത് എ പേഴ്സൺ, എഗ്രി ടു എ തിങ് ഓർ പ്രൊപ്പോസൽ. അടുത്ത് നോക്കാം. ആംഗ്രി വിത്ത് എ പേഴ്സൺ എന്നാണ് നമ്മൾ പറയുക. ആംഗ്രി വിത്ത് എന്ന് പറയുമ്പോൾ ഒരു പേഴ്സണാണ് അവിടെ നമ്മൾ സൂചിപ്പിക്കേണ്ടത്. ആംഗ്രി വിത്ത് എ പേഴ്സൺ, ആംഗ്രി അറ്റ് എ തിങ്. അപ്പോൾ എ തിങ് എന്നുള്ളതാണ് ആംഗ്രി അറ്റ് എന്ന് നമ്മൾ കൊടുക്കുമ്പോൾ എ തിങ് ആണ് നമ്മൾ അവിടെ യൂസ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ എ തിങ്ങിന് ആണ് നമ്മൾ ആംഗ്രി അറ്റ് എന്ന് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ആംഗ്രിയുടെ കൂടെ അറ്റ് എന്ന പ്രിപ്പോസിഷനാണ് എ തിങ് എന്ന് വരുമ്പോൾ നമ്മൾ കൊടുക്കേണ്ടത്. ആംഗ്രി ഫോർ സംതിങ് സെഡ്. അപ്പോൾ സംതിങ് സെഡിൻ്റെ കൂടെ ആംഗ്രി ഫോർ എന്ന് നിൽക്കുന്നു. ഡീൽ വിത്ത് എ പേഴ്സൺ ഓർ സബ്ജക്റ്റ്, ഡീൽ ഇൻ എ ട്രേഡ്. അപ്പോൾ ഈ പ്രിപ്പോസിഷൻ മാറുന്നതിനനുസരിച്ചൊക്കെ ഇതിൻ്റെ അർത്ഥങ്ങൾ മാറുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പ്രത്യേക സാഹചര്യത്തിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രിപ്പോസിഷൻ വെക്കുന്നത്. ഡീൽ ഇൻ ട്രേഡ്. അപ്പോൾ ഡീൽ എന്ന് പറയുന്നത് കച്ചവടത്തിനെ കുറിച്ചാണ് പറയുന്നത്. അതേസമയം ഡീൽ വിത്ത് എന്ന് പറയുമ്പോൾ ഒരാളോട് അല്ലെങ്കിൽ ഒരു സബ്ജക്റ്റിനോട് ഡീൽ ചെയ്യുന്നതിനെ കുറിച്ചാണ് അവിടെ പറയുന്നത്. അപ്ലൈ ടു എ പേഴ്സൺ. അപ്ലൈ ടു എ പേഴ്സൺ നിൽക്കുന്നു. അപ്ലൈ ഫോർ എ പോസ്റ്റ്. ലീൻ അഗെയിൻസ്റ്റ് എ വാൾ, ലീൻ ഓൺ എ സ്റ്റിക്ക്. താങ്ക്ഫുൾ ടു എ പേഴ്സൺ, thankful for something. Died by own hands, died of disease. Died for a cause, died for a cause, died in an accident. ഇപ്പോൾ ഡിഫറെൻറ്റ് പ്രിപ്പോസിഷൻ വരുമ്പോൾ ഇതിൻ്റെയൊക്കെ മീനിങ്ങും ഡിഫറെൻ്റ് ആവുന്നുണ്ട്. ഡൈഡ് ബൈ ഓൺ ഹാൻഡ്സ്, ഡൈഡ് ഓഫ് ഡിസീസ്, ഡൈഡ് ഓഫ് എ ഡിസീസ്, ഡൈഡ് ഫോർ എ കോസ്, ഡൈഡ് ഇൻ ആൻ ആക്സിഡൻറ്റ്. ഫൈറ്റ് ഫോർ എ കോസ്, fight for a cause, fight against a disease, fight with a person or weapon. Or fight for a cause, fight against a disease, fight with a person or weapon. Enquire into matter, enquire after health. Enquire into a matter, enquire after health. Blame for something, blame on someone. Blame for something, blame on someone. Useful to a person, useful for a purpose. Useful to a person, useful for a purpose. Call at a place, call on a person. Call at a place, call on a person. Quarrel with a person, quarrel over or about a thing.
quarrel between two persons. Quarrel with a person, quarrel over or about a thing, quarrel between two persons. Apologize for something. അടുത്ത് നോക്കാം. Reason with a person. Reason with a person, reason about something. Reason with a person, reason about something. Familiar to a person, familiar with something. Familiar to a person, familiar with something. Distinguished for something, distinguished by some action. Distinguished for something, distinguished by some action. Authority over a person, authority over a person, authority in a subject. Authority over a person, authority in a subject. Grateful for some, grateful for a thing, grateful to someone. Responsible for something, responsible to someone. Differ from a thing, differ with something, someone. Differ from a thing, differ with someone. Disappointed with someone, disappointed at or by something. Disappointed with someone, disappointed at or by something. Indebted to someone, indebted for something. Indebted to someone, indebted for something. Suitable for something, suitable to someone. Suitable for something, suitable to someone. Arrive in a country, arrive at a place. Arrive in a country, arrive at a place. അപ്പോൾ ഈ ടോപ്പിക്ക് ഇവിടെ അവസാനിക്കുകയാണ്. സെയിം വേർഡ്സ് ഫോളോഡ് ബൈ ഡിഫറെൻറ്റ് പ്രിപ്പോസിഷൻ. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നമ്മൾ നോക്കിക്കഴിഞ്ഞു. അപ്പോൾ താങ്ക്സ്. പ്ലീസ് സബ്സ്ക്രൈബ്.